ഹായ് സ്റ്റുഡൻസ്, നമ്മൾ പുതിയ ബുക്ക് അതിൻ്റെ പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് അല്ലെങ്കിൽ QT ഒരു സബ്ജക്റ്റാണ് നമ്മൾ നോക്കുന്നത്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് എന്താണ് QT? Quantitative technique may be defined as those technique which provides the decision maker with systematic and powerful means of analysis and helps in exploring policies for achieving predetermined goals. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നിക്കാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നു ഡിസിഷൻ മേക്കർക്ക് സിസ്റ്റമാറ്റിക് ആൻഡ് പവർഫുൾ മീൻസ് ഓഫ് അനാലിസിസ്. നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ടും പവർഫുള്ളായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് ഡിസിഷൻ മേക്കറിനെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്സിനെയാണ് എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഹെൽപ്സ് ഇൻ എക്സ്പ്ലോറിങ് പോളിസീസ് ഫോർ അച്ചീവിങ് പ്രീഡിറ്റർമൈൻഡ് ഗോൾസ്. അതായത് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത് ഡിസിഷൻ മേക്കറിനെ, ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഡിസിഷൻ മേക്കറിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇനി ദേ ഇൻവോൾവ് ദ യൂസ് ഓഫ് നമ്പേഴ്സ്, സിംബോൾസ് ആൻഡ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് വേണമെങ്കിൽ നമ്പേഴ്സോ സിംബോൾസോ അല്ലെങ്കിൽ അതർ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസോ യൂസ് ചെയ്തിട്ട് കാണിക്കാവുന്നതാണ്. അതായത് ഇനി ഇറ്റ് ഈസ് എ powerful instruments in solving a number of critical problems and taking appropriate decisions in the face of uncertainty. അൺസർട്ടൈനിറ്റിയുടെ ബേസിലായാലും ശരി, അതായത് നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് അറിയുന്നില്ല, എന്നാലും ശരി നമുക്ക് പവർഫുള്ളായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. It enables the management in taking proper decisions to maximize profit, minimize cost, etc. അതായത് മാനേജ്മെൻറ്റിനെ നല്ല രീതിയിൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. അതുവഴി സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുമായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇത് കിട്ടി, ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സൊക്കെ കിട്ടി ഇല്ലേ. ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിൻ്റെ ബെനിഫിറ്റാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവാണ്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക്, രണ്ടാമത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് ആൻഡ് തേർഡ് വൺ പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക്. ഇനി ഒന്നാമത്തെ ടെക്നിക്ക് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക്. എന്താണ് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ a technique in which quantitative data are used along with the principles of mathematics is known as mathematical quantitative techniques. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസും മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള ടെക്നിക്സിനെയാണ് എന്ത് പറയുന്നത്, മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിലൊന്നാമത്തെയാണ് എന്ത്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. അതാണ് ഒന്നാമത്തെ ടെക്നിക്ക്. അതായത് പെർമ്യൂട്ടേഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ ഡിവൈസ് ഓഫ് ഫൈൻഡിങ് ദി പോസിബിൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. പോസിബിൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ആ ഒരു മാത്തമാറ്റിക്കൽ ഡിവൈസിനെയാണ് പറയുന്നത് പെർമ്യൂട്ടേഷൻ. അതിൻ്റെ പെർമ്യൂട്ടേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷനാണ് NP = n divided by n minus r. ഇനി കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദി പോസിബിൾ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓർ സബ്സെറ്റ് ഔട്ട് ഓഫ് n different things taken are at a time in a particular order. അതായത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻഡിങ് ദി പോസിബിൾ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ആൻഡ് സബ്സെറ്റ്സ്. പോസിബിൾ നമ്പർ ഓഫ് ഗ്രൂപ്പ്സും സബ്സെറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സെറ്റ് തിയറി. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആണ് സെറ്റ് തിയറി. എ സെറ്റ് തിയറി ഈസ് എ മോഡേൺ മാത്തമാറ്റിക്കൽ ഡിവൈസ് which solves the various type of critical problems on the basis of sets and their operations like union, intersection, etc. നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും സെറ്റ് തിയറി എന്താണ്. ബേസിക് ന്യൂമറിക്കൽ സ്കിൽസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും സെറ്റ് തിയറി എന്താണ്. യൂണിയനും ഇൻ്റർസെക്ഷനും ഒക്കെ വെച്ചിട്ട് ക്രിട്ടിക്കലായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത് സെറ്റ് തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എന്ത് മെട്രിക്സ് ആൽജിബ്ര. അതായത് മെട്രിക്സ് ഈസ് ആൻ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് സർട്ടെയിൻ ഗിവൻ നമ്പേഴ്സ് ഓഫ് സിംബിൾസ് ഇൻ റോസ് ആൻഡ് കോളംസ്. അതായത് സർട്ടെയിൻ നമ്പേഴ്സിനെ സിംബിൾസിനെ റോസിലും കോളത്തിലും ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് മെട്രിക്സ് ആൽജിബ്ര എന്ന് പറയുന്നത്. എന്നിട്ട് ഫൈൻഡിങ് ദി റിസൾട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽജിബ്രിക് ഓപ്പറേഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് റെലവൻറ്റ് മെട്രിക്സ്. എന്നിട്ട് ആ മാത്തമാറ്റിക്കലായിട്ട് സൊല്യൂഷൻ കണ്ടെത്തുന്നതിനാണ് എന്ത് പറയുന്നത് മെട്രിക്സ് ആൽജിബ്ര എന്ന് പറയുന്നത്. റോസും കോളംസും ആയിട്ട് ഗിവൺ നമ്പേഴ്സിനെ അല്ലെങ്കിൽ സിംബോൾസിനെ അറേഞ്ച് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഇതാണ് മെട്രിക്സ് ആൽജിബ്ര എന്ന് പറയുന്നത്. ഇതിലൂടെ ദ ആൽജിബ്ര ഈസ് വെരി മച്ച് യൂസ്ഫുൾ ഇൻ ഫൈൻഡിങ് ഔട്ട് ദ വാല്യൂസ് ഓഫ് അൺനോൺ നമ്പേഴ്സ്. അൺനോൺ നമ്പേഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനായിട്ട് മെട്രിക്സ് ആൽജിബ്ര യൂസ്ഫുള്ളാണ്. ഇനി നെക്സ്റ്റ് ആണെന്ത് ഡിറ്റർമിനൻസ്. Determinants is a powerful device developed over the matrix algebra. This device is used for finding out the values of different variables connected with a number of simultaneous equation. അതായത് ഒരു സൈമൾട്ടേനിയസ് ഇക്വേഷനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു വേരിയബിൾസിനെ കുറിച്ച് മനസ്സിലാക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത് ഡിറ്റർമിനൻസ് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണെന്ത് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. അതായത് ഡിഫറൻഷിയേഷൻ ഇസ് എ മാത്തമാറ്റിക്കൽ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ചേഞ്ചസ് ഇൻ ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിലുള്ള ആ ഒരു ചേഞ്ചസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത് ഡിഫറൻഷ്യൽ കാൽക്കുലസ് യൂസ് ചെയ്യുന്നത്. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിലുള്ള ചേഞ്ചസ് അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലുള്ള ചേഞ്ചസ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട്. അതായത് ഫൈൻഡിങ് ഔട്ട് ദ ചേഞ്ചസ് ഇൻ ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്ത് റെഫറൻസ് ടു എ സ്മോൾ ചേഞ്ച് ഇൻ ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലെ ചേഞ്ചസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വെച്ചിട്ട് മനസ്സിലാക്കാനാണ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ ഈസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ. അതായത് ഡിഫറൻഷിയേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ത് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഡിഫറൻഷിയേഷനിൽ പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വെച്ചിട്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മനസ്സിലാക്കാനാണ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് ആണെന്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വിച്ച് ഇൻവോൾവ്സ് ദ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ഓഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളിൻ്റെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത കാറ്റഗറിയാണ് എന്ത്
സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിൽ വരുന്നതാണ് കളക്ഷൻ ഓഫ് ഡാറ്റ. അതായത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഈസ് കളക്ഷൻ ഓഫ് ഡാറ്റ. Statistic provides different methods for collecting primary and secondary data. അതായത് ഒന്നാമത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് എന്ത്? കളക്ഷൻ ഓഫ് ഡാറ്റ. കളക്ഷൻ ഓഫ് ഡാറ്റ പ്രൈമറി ഓർ സെക്കൻഡറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി സെക്കൻഡ് പോയിൻ്റാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. അതായത് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ഡാറ്റ ആർ ദി statistical methods used for classifying the data into various groups to facilitate comparison and analysis. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടോട്ടൽ ഡാറ്റേനെ വേരിയസ് ഗ്രൂപ്പായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ആൻഡ് അനാലിസിസ്. ആ ഡാറ്റ സെറ്റിനെ അനലൈസ് ചെയ്യാനും കമ്പയർ ചെയ്യാനും ഈസി ആയിട്ട് സാധിക്കും. അതാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതായത് ഡിസ്പേഴ്സൺ, സ്ക്യൂനെസ്, നമ്മൾ ആ മീൻ മീഡിയം മോഡ് അതിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇനി കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. അതായത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ടു ഓർ മോർ വേരിയബിൾസ്. അതായത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ടു ഓർ മോർ വേരിയബിൾസ്. അതായത് രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ഒരു ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കോറിലേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. രണ്ടോ അതിലധികമോ ഉള്ള വേരിയബിൾസിൻ്റെ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനായിട്ടാണ് കോറിലേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഇൻട്രാപോളേഷൻ ആൻഡ് എക്സ്ട്രാപോളേഷൻ. Interpolation is the statistical technique of estimating under certain assumptions. അതായത് certain assumptionൻ്റെ ബേസിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നത്. അതായത് അവൈലബിൾ ഫിഗർ വെച്ചിട്ട് നോൺ അവൈലബിൾ ആയിട്ടുള്ള ഫിഗേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുക. അതാണ് ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഇൻഡെക്സ് നമ്പേഴ്സ്. Index numbers measures the fluctuations in various phenomena like policies, production, etc. അതായത് വേരിയസ് ആയിട്ടുള്ള ഫിനോമിന, പ്രൈസോ പ്രൊഡക്ഷനോ അവ തമ്മിലുള്ള ഫ്ലക്ച്വേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. They can be used for solving decision making problems. ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് ടൈം സീരീസ്. ടൈം സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാലിസിസ് ഓഫ് ടൈം സീരീസ് ഹെൽപ്സ് ടു നോ ദ എഫക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ചേഞ്ചസ്. ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു വാല്യൂവിൽ ഉണ്ടാവുന്ന ചേഞ്ചസിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സിനെ തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടൈം സീരീസ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ is used for ensuring the quality of items produced or manufactured. അതായത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഐറ്റത്തിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യാനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റ്
വിത്തിൻ ക്വാളിറ്റി ആണോ അതോ ആ ഒരു ലിമിറ്റിൽ വരുന്നില്ലേന്ന് മെഷർ ചെയ്യാനാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ യൂസ് ചെയ്യുന്നത്. ഇനി അതിൽ തന്നെ നെക്സ്റ്റ് പോയിൻ്റാണ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസ് ഇസ് എ statistical technique which can be used for analyzing financial statement of any business or industrial concerns, which helps to take proper decision. അതായത് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ബിസിനസ് ആയാലും ശരി ഇൻഡസ്ട്രി ആയാലും ശരി അവിടെ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പ്രോബബിലിറ്റി തിയറി ആൻഡ് സാമ്പിളിംഗ് ടെക്നിക്ക്. പ്രോബബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അസംഷൻ അബൌട്ട് പോപ്പുലേഷൻ. തിയറി ഓഫ് പ്രോബബിലിറ്റി പ്രൊവൈഡ്സ് ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് ദ ലൈക്ലിഹുഡ് ഓഫ് ദ ഒക്കറൻസ് ഓഫ് ഇവൻറ്റ്സ്. അതായത് പോസിബിലിറ്റി ഒരു പ്രോബബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബോക്സ്, ആ ബോക്സിൽ ബ്ലാക്കും വൈറ്റും ബലൂൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ വൈറ്റ് ബലൂൺസ് എടുക്കാൻ എത്ര പോസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ബലൂൺസ് എടുക്കാനുള്ള എത്ര പോസിബിലിറ്റി ഉണ്ട് എന്ന് ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രോബബിലിറ്റി തിയറിയൊക്കെ യൂസ് ചെയ്യുന്നത്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ പ്രോബബിലിറ്റി തിയറി. ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് പ്രോബബിലിറ്റി തിയറി. ഇതിൽ പലതും നിങ്ങൾ ഇനി അടുത്ത ഒരു ബുക്ക് അതിൽ പഠിക്കാനുള്ളതായിരിക്കും. അതായത് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ബുക്കിലൊക്കെ പഠിക്കാനുള്ളതായിരിക്കും. കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ QT എന്ന് പറഞ്ഞ ഈ ബുക്കിൽ പഠിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി നെക്സ്റ്റ് ആണ് അനാലിസിസ് ഓഫ് വേരിയൻസ്. അതായത് അനാലിസിസ് ഓഫ് വേരിയൻസ് ഈസ് എ മെത്തേഡ് ഓഫ് സ്പ്ലിറ്റിംഗ് ദി ടോട്ടൽ വേരിയേഷൻ ഓഫ് ദ ഗിവൺ ഡാറ്റ ഇൻറ്റു ഡിവിഷൻസ് വിച്ച് മെഷേഴ്സ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വേരിയേഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ക്വാളിറ്റി ഓഫ് സെവറൽ സാമ്പിൾ മീൻസ്. അതായത് വേരിയൻസിനെ അനലൈസ് ചെയ്യുന്നതാണെന്ത്? അനാലിസിസ് ഓഫ് വേരിയൻസ്. അതായത് ഓരോ വേരിയബിൾസിനെയും സ്പ്ലിറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നു ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് തിയറി ഓഫ് ആട്രിബ്യൂട്ട്സ്. തിയറി ഓഫ് ആട്രിബ്യൂട്ട്സ് പ്രൊവൈഡ്സ് ടെക്നിക് ഫോർ കമ്പ്യൂട്ടിംഗ് കോഎഫിഷ്യൻ്റ് ഓഫ് അസോസിയേഷൻ വിച്ച് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ദി ആട്രിബ്യൂട്ട്സ്. കോഎഫിഷ്യൻ്റ് ഓഫ് അസോസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നതിനാണ് തിയറി ഓഫ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ദി ആട്രിബ്യൂട്ട്സും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇത്രയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിൽ വരുന്നത്. ഇത്രയൊന്ന് വായിച്ചു നോക്കുക. ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.